സുജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അവിടെ കടുവാ ദൗത്യം തുടരുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ സുജിത്ത് അയ്യപ്പത്ത് നൽകും. സുജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ കടുവയെ തുരത്താനുള്ള ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞോ സുജിത്ത്? ഉന്മേഷ്, ഇന്നലെ മുതൽ തന്നെ കടുവ വനം വകുപ്പിന്റെ റഡാറിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. അതായത് തെർമൽ ഡ്രോൺ അടക്കമുള്ള വെച്ചാണ് നിരീക്ഷണം നടത്തിയത്. പക്ഷേ എരനല്ലൂർ മേഖലയിലും ചീക്കല്ലൂർ മേഖലയിലും മേച്ചേരിക്കുന്ന് മേഖലയിലും എല്ലാം തന്നെ പരിശോധന നടത്തിയെങ്കിലും അത് എവിടേക്കാണ് പോയതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. തോട്ടം മേഖലയാണ്, കാപ്പി അടക്കമുള്ള തോട്ടങ്ങളുണ്ട്. സ്വാഭാവികമായും അത് വലിയ അളവിൽ അത് ബാധിക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. കാരണം തെരച്ചിലിനെ അത് പ്രതികൂലമായി ബാധിക്കുന്നു. ഇന്നലെ ആണ് ഈ പടിക്കമയൽ പ്രദേശത്ത് നിന്ന് അത് നേരെ മേച്ചേരി പുളിക്കൽ ഭാഗത്തേക്ക് നീങ്ങി എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് പുളിക്കൽ ഭാഗത്ത് ഉള്ള ഒരു കൊല്ലിയിൽ ഒളിച്ചിരിക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അതിനെ കാട്ടിലേക്ക് അയക്കാനുള്ള നീക്കമാണ് ഉണ്ടായത്. നീർവാരം മേഖലയിലേക്ക് രാത്രി 7 മണിയോടുകൂടി ദൗത്യം തുടങ്ങി. പക്ഷേ ഇടയ്ക്ക് വെച്ച് അത് നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് 8 മണിക്ക് വീണ്ടും പുനരാരംഭിച്ചു. പടക്കം പൊട്ടിച്ചു. കടുവ കാടിന്റെ ഭാഗത്തേക്കല്ല പാഞ്ഞത്. അത് നേരെ ജനവാസ മേഖലയുള്ള തോട്ടം ഉൾപ്പെടെയുള്ള മേഖലയിലേക്കാണ് അത് വയൽ കടന്നു പോയത്. ഇതേ തുടർന്ന് ആണ് രാത്രി തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തിയത്. പക്ഷേ അതിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ ദൗത്യം പുനരാരംഭിക്കും. DFOമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് ഇന്നലെ തന്നെ എത്തിയിരുന്നു. റേഞ്ച് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഇന്നലെ ക്യാമ്പ് ചെയ്തിരുന്നു. എന്തായാലും ജനവാസ മേഖലയിലുള്ള ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രദേശത്തെ ഈ നിരോധനാജ്ഞ തുടരുന്നുണ്ട്. ഒപ്പം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നെങ്കിലും അതിനെ കാട് കയറ്റാനോ അല്ലെങ്കിൽ കൂട്ടിലാക്കാനോ മയക്കുവെടി വെക്കാനോ കഴിയേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് വനം വകുപ്പ് കടക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉന്മേഷ്, ശരി. സുജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.